ഈ ചെറുക്കനെ എവിടെയെങ്കിലും വന്നല്ലേ? ഞാൻ ചിന്തിക്കാറുണ്ട് ഇവളെന്നെ ഇങ്ങനെ സ്നേഹത്തിന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ടൈം ലവ് ചെയ്യുമ്പോൾ ഭയങ്കര ക്രേസി ഉണ്ടാവൂലേ? ഒരു മെസ്സേജ് വന്നിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വേണ്ടാലോ ഫ്രണ്ട്സ് മാത്രം അയക്കാലോ പറയുമ്പോൾ ആൾക്ക് ഇഷ്ടമായില്ല. ഞാനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പണ്ടത്തെ ഈ പരിചയപ്പെടുന്നതിന് മുമ്പുള്ളൊരു വേർഷൻ ഉണ്ടല്ലോ. ശരിക്കും ആ സമയത്ത് അപ്പൂട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഡ്രസ്സുകൾ കുറേ മേടിച്ചു തരും. എന്താ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ ഞാൻ കോയമ്പത്തൂർ ഉണ്ടായ സമയത്ത് ഞാനൊക്കെ അയച്ചാല് ഗിഫ്റ്റുകൾ അവിടെ വരും, പോസ്റ്റ് ഓഫീസിൽ വരും. പെൺകുട്ടികളുടെ ഒരു ഇപ്പൊ പ്രശ്നമുണ്ട്. ഐഡിയ കിട്ടുന്നില്ല എന്ത് കൊടുക്കണം, എല്ലാം കഴിഞ്ഞു. എന്ത് കൊടുക്കണമെന്നറിയില്ല. കേരളയിൽ വന്നപ്പോൾ മനസ്സിലായി കേരളത്തെ ആൾക്കാർ നല്ലതാണ്. നേപ്പാളി പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും മലയാളി ബോയ്സ് ഇഷ്ടമാണ്. മലയാളം ബോയ്സ് സിംഗിൾസ് ആയിട്ടുള്ള മലയാളം ബോയ്സ് നിങ്ങൾക്ക് ഒരു സന്തോഷം വാർത്ത. നേപ്പാളി ഗേൾസ്ക്ക് മലയാളി ബോയ്സ് ഇഷ്ടമാണ്. വേണം കുറെ പേരും കൂടി ചോദിക്കുന്ന മെസ്സേജ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാപ്പി ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു പിടുത്തമില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മുടെ ഇത്. ഇപ്പൊ നിലവിൽ ഇപ്പോൾ അമ്മ ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് ടെൻഷൻ, കാരണം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിലൊരാൾ പോലും എൻ്റെ ലൈഫിൽ നിന്ന് പറഞ്ഞതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ആരെങ്കിലും കെയറിങ് ചെയ്യുന്ന ആൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ മൈൻഡ് സെറ്റൊക്കെ ആ ആൾക്കിട്ട് ഡിപ്പെൻഡ് ആയി പോകും. ഞാൻ ഒറ്റയ്ക്ക് ആണല്ലോ, അത്ര ദൂരമില്ല, ഫ്രണ്ട്സില്ല, ട്രസ്റ്റ് ചെയ്യുന്ന ആരില്ല. പക്ഷേ അങ്ങനെ ഒരാൾ ഈ ഹസ്ബൻഡ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ട്രസ്റ്റ് എല്ലാ ആൾക്കിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റാർട്ടായി. ഇയാൾ എനിക്ക് വിറ്റ് പോകില്ല, ഇയാൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ആയപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാകണമല്ലോ. അങ്ങനെ പിന്നെ അങ്ങനെ ആയി. ഓണം സെലിബ്രേഷൻ ഒക്കെ ഒത്തിരി ഇഷ്ടമാണോ? നല്ല രസമല്ലേ? കേരളം മൊത്തം ആൾക്കാർ ഓണം സെലിബ്രേഷൻ ആകുമ്പോൾ ഭയങ്കര ബിഗ് ഫെസ്റ്റിവൽ ആണല്ലോ. പിന്നെ പൂക്കളം, നമുക്ക് ഫുഡ് എല്ലാം വെജ് സദ്യ, അങ്ങനെ പിന്നെ ഡ്രസ്സുകൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, നമുക്ക് പുതിയ ഡ്രസ്സ് ഒക്കെ എടുക്കാം. ആദ്യത്തെ ഓണം ഓർമ്മയുണ്ടോ? കല്യാണം കഴിഞ്ഞ പാടില്ല ആദ്യത്തെ ഓണം. വീട്ടിലെല്ലാവരും സദ്യ ഉണ്ടാക്കും. ആ സമയത്ത് എനക്ക് ഉണ്ടാക്കുന്ന അറിയത്തില്ല. അപ്പം അമ്മ പിന്നെ ആൻറ്റിമാർ എല്ലാവരും ചേർത്ത് നിന്നിട്ട് സദ്യ ഒക്കെ ഉണ്ടാക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ വിളമ്പി കൊടുക്കാം. അങ്ങനെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഹായ്, ഹലോ, നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നേപ്പാളി മല്ലു കപ്പിൾ. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞാൻ സ്വാഗതം കുറവ്. നമസ്കാരം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതിപ്പോ നേപ്പാളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ആള് വരുന്നു. ഇത് എത്രാമത്തെ ഓണാണ്? ഇപ്പോ മാരേജ് കഴിഞ്ഞിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ആയിട്ട് 4 ഇയർ ആവുമല്ലേ ഈ വർഷം. ഓണം മാരേജ് കഴിഞ്ഞിട്ട് 7. അപ്പം 7 ഓണം ഉണ്ട് അല്ലേ? ഓണം ഈ ശരിക്കും ഈ ഫെസ്റ്റിവൽ ഓണം സെലിബ്രേഷൻ ഒക്കെ ഒത്തിരി ഇഷ്ടമാണോ? നല്ല രസമല്ലേ? നമുക്ക് ഓണം വരുമ്പോ എല്ലാ കേരളം മൊത്തം ആൾക്കാർ ഓണം സെലിബ്രേഷൻ ആകുമ്പോൾ ഭയങ്കര ബിഗ് ഫെസ്റ്റിവൽ ആണല്ലോ. പിന്നെ പൂക്കളം, നമുക്ക് ഫുഡ് എല്ലാം വെജ് സദ്യ, അങ്ങനെ പിന്നെ ഡ്രസ്സുകൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, നമുക്ക് പുതിയ ഡ്രസ്സ് ഒക്കെ എടുക്കാം. അപ്പൊ അത് ഒരു നല്ല ഫെസ്റ്റിവൽ ആണ്. നമുക്ക് ക്രിസ്മസും പിന്നെ ദീപാവലി അങ്ങനെയെല്ലാം കൂടുതലും ഓണം ഫെസ്റ്റിവൽ ആണ്. അടിപൊളി. ഈ ആദ്യത്തെ നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു? ഈ ഓണം എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ രണ്ടുപേരും? ആദ്യത്തെ ഓണം ഓർമ്മയുണ്ടോ? കല്യാണം കഴിഞ്ഞ പാടില്ല ആദ്യത്തെ ഓണം. മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് ബേബി ആയിപ്പോ നമുക്ക് ഫസ്റ്റ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ എല്ലാവരും സദ്യ ഉണ്ടാക്കും. ആ സമയത്ത് എനക്ക് ഉണ്ടാക്കുന്ന അറിയത്തില്ല. അപ്പൊ അമ്മ പിന്നെ ആന്റിമാര് എല്ലാരും ചേർത്ത് നിന്നിട്ട് സദ്യ ഒക്കെ ഉണ്ടാക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ വിളമ്പി കൊടുക്കാം. അങ്ങനെ ഓണസദ്യയൊക്കെ ഈ പണ്ടത്തെ ഓണം ഉണ്ടല്ലോ, അതായത് ഈ കല്യാണത്തിന് മുമ്പ് ഒരു ഓണം ഉണ്ട്, കല്യാണത്തിന് ശേഷം ഒരു ഓണം ഉണ്ട്. ഏറ്റവും മിസ് ചെയ്യുന്ന ഓണം
ഏതാ? പഴയത്. പഴയത് തന്നെയാ. ഞാൻ വരുമ്പോ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ വരുന്ന സമയത്ത് ആ പിള്ളേരൊക്കെ സ്കൂളും കോളേജും പിള്ളേരൊക്കെ സെലിബ്രേറ്റ് ചെയ്തു അതിങ്ങനെ പറഞ്ഞു. ഞാൻ ഇപ്പൊ ചിന്തിച്ചത് മിസ് ചെയ്യുന്നുണ്ട്. പണ്ടത്താണ് എപ്പോഴും ബ്യൂട്ടിഫുൾ. കാരണം ഇപ്പോൾ വന്നേക്കാണ് മുമ്പുള്ള ഒരു ലൈഫ്, ആ ഒരു 90s കേട്ടോ, അതൊക്കെ അനുഭവിച്ചറിയാം. രണ്ടും അനുഭവിച്ചറിയാം. ഫോൺ വന്ന് TV വന്ന് അങ്ങനെ മാറി വരുമ്പോ പണ്ടത്തെ ഓണമെന്ന് വെച്ചാൽ നമ്മൾ വെളുപ്പാങ്കളത്ത് ഇറങ്ങിയിട്ട് പൂ പറിക്കാൻ പോകും. അങ്ങനെ പൂ പറിക്കാൻ പോയിട്ട് തുമ്പപ്പൂ കിട്ടും. അങ്ങനെ പക്ഷെ അന്നൊക്കെ പൂ പറിക്കാൻ മുമ്പ് സ്റ്റോക്ക് ഉണ്ടാവില്ല ഒരു വീട്ടിലും. എല്ലാം പറിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ആൾക്കാർ. വെളുപ്പാങ്കാലത്ത് ഒന്ന് പറിച്ചു പോകും. ഇന്നിപ്പോ അതൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ മാവേലിത്തപ്പൻ ഉണ്ടാക്കൂല്ലേ, അങ്ങനത്തെ കളിമണ്ണൊക്കെ ഉപയോഗിച്ച് അപ്പൊ അതൊന്നും കാണുന്നില്ല. അത് കാണുമ്പോ സങ്കടമുണ്ട്. പണ്ട് കാര്യം എല്ലാവരും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണ്ടത്തെ നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് പറയാറുണ്ടോ? ഇപ്പൊ സോയനോട് പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു, അങ്ങനെ കഥകളൊക്കെ വന്ന് പറയോ ആള്? ഇഷ്ടാണ് പഴയ കഥകൾ പറയാനെന്ന് തോന്നുന്നു അല്ലേ? അറിയാനും ആൾക്ക് ഇഷ്ടാണോ പഴയ കാര്യങ്ങളൊക്കെ? എന്നെ പറ്റിയല്ലേ ഞാൻ അത് അടക്കെ ഞാൻ പറയും. ഈ പണ്ടത്തെ ഈ പരിചയപ്പെടുന്നതിന് മുമ്പുള്ളൊരു വേർഷൻ ഉണ്ടല്ലോ, അതെ, അതെങ്ങനെയായിരുന്നു ശരിക്കും? ശരിക്കും ആ സമയത്ത് അപ്പൂട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. രണ്ട് ഭയങ്കര ടഫ് ഉണ്ടായിരുന്നു. ഞാൻ കുറെ പഠിച്ചിട്ടില്ല. ഞാൻ കുറച്ച് പഠിച്ചിട്ട് പിന്നെ നമുക്ക് വീട്ടില് ഫൈനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ സ്വന്തം വഴിക്ക്. നമുക്ക് 3 മക്കളാണ്, ചേട്ടൻ ചേച്ചി. ചേട്ടൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ ജോലിക്ക് ഇപ്പോൾ ചേട്ടക്ക് നല്ല ജോലിയാണ്. അങ്ങനെയാണ് ചേച്ചി ഞാൻ അങ്ങനെ വേറെ സ്ഥലം പോയി ജോലി, കടയിലെയോ വേറെ ആൾക്കാരൊക്കെ വീട്ടിലെയോ പോയി അങ്ങനെ ജോലി ചെയ്ത്. അങ്ങനെ ഞാനും കുറെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലാവുമ്പോൾ ബ്യൂട്ടീഷ്യൻ പഠിച്ചപ്പോൾ ഹസ്ബൻഡ് അപ്പുകുട്ടൊക്കെ കണ്ടുമുട്ടി. അങ്ങനെ ഫ്രണ്ട്സായി. ആ സമയത്ത് ഒത്തിരി ക്ലോസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിക്കും, അപ്പൊ ചേട്ടാ ഇല്ലല്ലേ ആ സമയത്ത് അപ്പുചേട്ടാ പറയും ഞാൻ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും വീണ്ടും വേറെ സ്ഥലത്തിലെ വർക്ക് ജോലി പോയി. പിന്നെ എനിക്ക് ഒരു വാട്സാപ്പില് ഇല്ലല്ലേ ഫേസ്ബുക്ക് വഴി ഞാൻ ഫോട്ടോ കണ്ടപ്പോ എന്റെ ഫ്രണ്ട് വഴി അപ്പുകുട്ടൊക്കെ ഒരു ഫോട്ടോ കണ്ട. അപ്പൊ ലൈക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 15 വയസ്സെന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായ. ഈ 15 വയസ്സുകൊണ്ടേ ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഇപ്പൊ വീട്ടിലെ സാഹചര്യം കൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന ചേച്ചിയും അനിയത്തിയും അല്ലെ, 2 പെൺകുട്ടികള്. ഈ 15 വയസ്സിന് മുൻപുള്ള നിങ്ങളെ നേപ്പാളിലെ ജീവിതം എങ്ങനെയായിരുന്നു? അയ്യോ, ആ സമയത്ത് നല്ല അടിപൊളി ജീവിതമല്ലേ. ആ സമയത്ത് ഫോണില്ല, TV ഇല്ല, ഒന്നുമില്ല. നമുക്ക് TV കാണാനും വേറെ ആൾക്കാരുടെ വീട്ടിൽ പോകും. പിന്നെ നമുക്ക് ആ സമയത്ത് വീട്ടില് അങ്ങനെ ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഒക്കെ പ്രശ്നം ഉണ്ടായി. പക്ഷെ നമുക്ക് എന്തായാലും വീട്ടിൽ എന്താ ഉണ്ടോ അത് നമുക്ക് എല്ലാം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത് നല്ല അടിപൊളിയാണ്. പിന്നെ സെലിബ്രേഷൻ ആയിക്കോട്ടെ, അവിടെ ദീപാവലി ഭയങ്കര ആഘോഷിക്കും, ഇവിടെ ഓണം ആഘോഷിക്കും, അങ്ങനെ തന്നെ അവിടെ ആഘോഷിക്കും. അപ്പൊ ഹിന്ദുക്കൾക്ക് നമുക്ക് വീട്ടില് ഈ ഫ്രൂട്ട്സ്, ദീപാവലിക്ക് സ്വീറ്റ്സ്, ഫ്രൂട്ട്സ് അങ്ങനെ നമുക്ക് ക്രിസ്ത്യൻ ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടാക്കി തരും. അപ്പൊ നമുക്ക് ക്രിസ്മസ് സമയത്തും അപ്പുറത്തെ ഹിന്ദുക്കൾക്ക് വീട്ടിൽ കൊടുക്കുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം വലിയ സെലിബ്രേഷൻ, അതൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കും. ആ ആൾക്കാരെ പണ്ടായാലും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ അവിടെ ക്രിസ്മസ് ആണെങ്കിൽ ഹിന്ദുക്കാരെ നമ്മുടെ ഫുഡ് കഴിക്കും, ഇവിടെ അവിടെ ഓണാണെങ്കിൽ അവർ പായസം കൊണ്ട് തരും. അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് കാണുന്നില്ല നമ്മുടെ നാട്ടില്, പൊതുവെ കാണുന്നില്ല. പക്ഷെ ഉള്ള നാട്ടിൽ ഇപ്പോഴും കാണുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ ഒരു ഷെയറിങ്. കാരണം അവിടെ ഒന്നാമത്തെ അത്ര ഹൈറ്റില് മലപ്രദേശം ആയതുകൊണ്ടും അവർക്ക് അവരെ ഉള്ളു കൂട്ട്, വേറെ ആൾക്കാരുണ്ടാവില്ല. ടൗൺ അല്ലല്ലോ, ഗ്രാമപ്രദേശമാണെന്നാലും ടൗൺ മിസ്സുമാണ്. സ്മോൾ ടൗൺ ആണ്. വെസ്റ്റ് ബംഗാൾ ആണല്ലോ. മറ്റേ വെസ്റ്റ് ബംഗാള് വലിയത് സിറ്റി ആണ്. പക്ഷെ നമ്മുടെ അതിൽ കുറച്ച് 2.5 ഇയർ ജേർണി ഉണ്ട്. അവിടെ നമ്മുടെ കുഞ്ഞി ടൗൺ, ഒരു കലിംപോങ്, ഡാർജിലിംഗ് അങ്ങനെ പറഞ്ഞിട്ട് ടൗൺ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. അവിടെ പോകുന്ന ഇഷ്ടമാണ് ശരിക്കും. നേപ്പാളില് പോയിട്ടുണ്ട്, അവിടെ നല്ല സ്ഥലമാണ്. പക്ഷെ ഇവളുടെ മുതുമുത്തച്ഛന്മാർ അവിടെയായിരുന്നു നേപ്പാളില്. അവർ ഇങ്ങോട്ടേക്ക് വന്ന് ഇന്ത്യയിലോട്ട് വന്ന് താമസിച്ചിട്ടാണ്. അവർക്ക് പോണമെന്നുണ്ട്, പറഞ്ഞു എനിക്കും പോണമെന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ഫണ്ട് വേണം, ടൈം വേണം. പിന്നെ അവിടുത്തെ കാലാവസ്ഥ നമുക്ക് വ്യത്യാസമാണ്. നമുക്ക് ഇവിടെ തന്നെ പറ്റുന്നില്ല, ഇവളുടെ നാട്ടിൽ തന്നെ. അപ്പൊ അവിടെ വേറെ. പക്ഷെ നേപ്പാളിൽ ഇപ്പൊ നമ്മൾ പോണെങ്കിൽ ഒരു എക്സ്പെൻസ് എത്രയാവും ശരിക്കും? എക്സ്പെൻസ് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നമുക്കൊരു പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ പ്രശ്നമില്ല.
ഓക്കെ. അല്ലാണ്ട് മറ്റേ ടൂറിസ്റ്റ് ഗൈഡിൽ നിന്നൊന്നും അങ്ങനെ വലിക്കും. ഓ, അങ്ങനെയാണ്. പിന്നെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ട്. യൂട്യൂബ് തുടങ്ങിയോണ്ട് കുറെ നേപ്പാളി ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവിടെ പരിചയം ഉണ്ടാവും. അതിന് പോണം. ഓക്കെ. ഇപ്പം ഈ ചെറുപ്പത്തിലെ ജോലി ചെയ്ത് തുടങ്ങി ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗേൾസ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണലി ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കും അല്ലേ? ഭയങ്കര അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും, ഞാൻ ഇപ്പൊ നോക്കുന്നത് എനിക്കൊരു ചേച്ചിയാണ്, അപ്പൊ നമുക്ക് ഈ സിസ്റ്റേഴ്സ് തമ്മിലുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുമേ. ഇവരെ എങ്ങനെയായിരിക്കും ഇവരുടെ കോണ്ടാക്ട്, ഇവർ പരസ്പരം കൊടുക്കുന്ന മോട്ടിവേഷൻ പരിപാടിയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചേച്ചിയായിട്ട് എങ്ങനെയാ ഇപ്പൊ ആ പ്രായം? ഫസ്റ്റ് അങ്ങനെ സിബ്ലിങ്സ് കിട്ടിയ ഭയങ്കര ക്ലോസ് ഉണ്ടായിരുന്നില്ല. എന്റെ ലൈഫില് അമ്മ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടോ അമ്മ അങ്ങനെ ഭയങ്കര ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലി സമയത്ത് എൻ്റെ ഡെയിലി അമ്മ വിളിക്കും, കഴിച്ചോ എന്ത് ചെയ്തോ, അങ്ങനെ നമുക്ക് അമ്മമാർ വിളിക്കില്ല, അങ്ങനെ ഡെയിലി വിളിക്കും. അപ്പറ്റിന് എൻ്റെ അമ്മ മരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി എനിക്ക് ജീവിതത്തിൽ. കാരണം നമുക്ക് ഉൾക്കാനും പറ്റൂലല്ലോ. മാരേജ്ക്ക് മുമ്പ് അച്ഛനും മരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് കൊച്ച് 1 year ആയിട്ടുണ്ട്. ആ സമയത്ത് അപ്പോൾ 1 year കൊച്ച് 1 year ആയപ്പോൾ അമ്മ മരിച്ചു പോയി. പിന്നെ ആ സമയത്ത് കൊറോണ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് കാണാൻ പറ്റില്ല. അതിക്ക് മുമ്പ് ഞാൻ പോയി കണ്ടായിരുന്നു, പക്ഷെ മരിക്കുന്ന സമയത്ത് പോയി കാണാൻ പറ്റില്ല. അപ്പോൾ പെറ്റിന് അമ്മ പോകുമ്പോൾ എൻ്റെ ആരും ഇല്ല മാതിരി തോന്നി. ആ സമയത്ത് ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന കുറേ ആള് ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മ മാത്രം ഉണ്ടോ അങ്ങനെ ചിന്തിച്ചായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളും നമുക്ക് ഹസ്ബൻഡും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് നമുക്ക് അമ്മക്ക് മാത്രമേ പറയാൻ പറ്റും. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് ഡിപ്രഷൻ, അങ്ങനെ ദേഷ്യം വരും, ആരും മിണ്ടൊന്നും തോന്നില്ല, അങ്ങനെ ആയിപ്പോയി. അത് കാരണം നമുക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ പിന്നെ കുറച്ച് എനിക്ക് ഈ പ്രോബ്ലംസുകളൊക്കെ മാറി. പക്ഷേ ഓരോ കാര്യം യൂട്യൂബ് ചാനൽ പിന്നെ ഫസ്റ്റ് ടൈം നമുക്ക് കമന്റ് വരുമ്പോൾ എല്ലാരും നല്ല കമന്റ് കൊടുക്കും, അതില്ലല്ലോ, നെഗറ്റീവ് ആണ്. അതിലും കൂടുതൽ ഡിപ്രഷൻ ആയിപ്പോയി എനിക്ക്. നമുക്ക് ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞപ്പോഴും നെഗറ്റീവ് കമന്റ് മാത്രം നോക്കണ്ട, പോസിറ്റീവ് കമന്റ് വായിക്കാൻ പറഞ്ഞ. ഇതിപ്പോ മലയാളത്തിലാണെങ്കിൽ ആൾക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. അല്ല, ട്രാൻസ്ലേഷൻ വരില്ല. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യൂലേ. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ചിലത് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പം ഇത് മിസ്റ്റേക്ക് ഉണ്ടാവും, അർത്ഥം വേറെ ഉണ്ടാവും, ഭയങ്കര ദേഷ്യം പറയാനൊക്കെ അല്ലേ. അപ്പൊ വീട്ടില് ഞാൻ വഴക്കുണ്ടാക്കും. എന്റെ അടുത്ത് വഴക്കുണ്ടാക്കും. ഈ യൂട്യൂബ് ചാനലിന്റെ ഐഡിയ പറഞ്ഞു കൊടുത്തത് ശരിക്കും ആരാ? അമ്മ അനിയത്തി, അങ്ങനെ കസിൻ ലീന എന്ന് പറയും, ചാത്തന മോള, പിന്നെ അമ്മയും കൂടിയാണ് പറയുന്നത്. കൊറോണ കഴിഞ്ഞപ്പോഴാണ് തുടങ്ങാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായി തുടങ്ങാൻ, ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ അലീന നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു കുറെ കാര്യങ്ങൾ. ഇംഗ്ലീഷ് അറിയാം, അപ്പൊ നല്ല ടൈപ്പ് ചെയ്ത് അവർക്ക് ഇമെയിൽ അയച്ച് അങ്ങനെ അങ്ങനെ ഒരു സെറ്റാക്കി തന്നു. പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് തുടങ്ങി, ഗെയിംസ്, സൗണ്ട് ഇല്ലാത്ത ഗെയിംസ് ഒക്കെ ഇട്ടിട്ട് വന്ന. പിന്നെ അതൊക്കെ കിക്കായില്ല. അപ്പൊ എന്താ വാച്ച് അവർ വലിയ വീഡിയോ വേണമെന്ന് പറഞ്ഞു, ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മള് സംസാരം ഇട്ടപ്പോ അതൊക്കെ കിക്കായ. പിന്നെ ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് തോന്നി. ചക്കല്ല, ലൈഫ്. അതെ, അപ്പൊ അതില് പിന്നെ ഒരു വീഡിയോ കേറി പോയി അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഫാമിലി എല്ലാരും വന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ അതും ഇഷ്ടമായി. എനിക്ക് ഫാമിലി വീഡിയോസ് ആണ് ആളുകൾക്ക് കാണാൻ ഇഷ്ടം. നിങ്ങൾ സംസാരിക്കുന്നു, വീട്ടില് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ പുറത്തു പോണ വീഡിയോ അവർക്ക് താല്പര്യമില്ല. വീടിന്റെ ഉള്ളിലെ സംസാരം കാര്യം ആൾക്കാർക്ക് ഇഷ്ടം. അത് വ്യൂസ് കൂടുതലുണ്ട് അത്യാവശ്യം. നമുക്ക് ട്രിപ്പൊക്കെ എന്റെ നാട്ടിൽ പോകുമ്പോ വ്യൂസ് ഉണ്ട്, പക്ഷെ ഇവിടെ കേരളത്തിന് പോകുമ്പോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വീട്ടിൽ തന്നെ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പം ഈ ഒറ്റക്ക് ഒരാളെ കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണല്ലോ ആളുടെ എൻട്രി, ഈ ലൈഫിലേക്കുള്ള ഒരു സ്ലോ മോഷൻ എൻട്രി. പ്രത്യേകിച്ച് മലയാളി പയ്യന്മാരെ പണ്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ശരി, മലയാളി ആ സമയം വരെ മലയാളികളെ പരിചയം ഉണ്ടാവില്ല, പക്ഷെ മലയാളി ആൺകുട്ടികളെ കുറിച്ച് എന്തായിരുന്നു ആ സമയത്ത് താല്പര്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാ മലയാളി ബോയ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഗേൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. കൂടുതൽ ബോയ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അല്ലേ മലയാളി. പക്ഷെ ഫ്രണ്ട്സ് എല്ലാരും നല്ല കൂട്ട. ബോയ് ഫ്രണ്ട് മീൻസ് ലവർ അല്ലല്ലോ, പക്ഷെ എല്ലാരും നല്ല ഫ്രണ്ടാണ് കേട്ടോ. ഇതുവരെ കോണ്ടാക്ടിലുണ്ട്, പക്ഷെ നല്ല ഫ്രണ്ട്, എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അടയ്ക്ക് ഈ ചെറുക്കനെ എവിടെയെങ്കിലും വന്നു അല്ലേ. ഞാൻ ചിന്തിക്കാറില്ല ഇവള് എന്നെ എങ്ങനെ സ്നേഹത്തിന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും ആൾക്കാണല്ലോ ഇഷ്ടം തോന്നിയത്. ശരിക്കും എനിക്കിഷ്ടം തോന്നി. ഞാൻ പറഞ്ഞു പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് കൺഫ്യൂഷനായി, വേണോ വേണ്ടേ.
അത് ഇഷ്ടമാണെന്ന് പറയും, പിന്നെ വേണമെന്ന് പറയും, പിന്നെ ഒരാഴ്ച ഇഷ്ടമാണെന്ന് പറയും, ഒരാഴ്ച ബ്രേക്ക് പോകും, പിന്നെ കൺഫ്യൂഷൻ ലോങ് ലോങ് ഡിസ്റ്റൻസ്. പിന്നെ ആ സമയത്ത് നമുക്ക് ലാംഗ്വേജും പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ. എന്താ ചെയ്യുന്നു, വേണോ വേണോ. അപ്പോൾ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവള് പറയണം ചെയ്ത കുഴപ്പമില്ല പറയണ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ ആ സമയം സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കര ചാറ്റിങ് ഉണ്ടായിരുന്നു വാട്സപ്പിൽ, മെസ്സേജ് ഡെയിലി അയക്കൂ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈം ലവ് ചെയ്യുമ്പോൾ ഭയങ്കര ക്രേസി ഉണ്ടാവൂലേ, ഒരു മെസ്സേജ് വന്നിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വേണ്ടാലോ ഫ്രണ്ട്സ് മാത്രം അയക്കാലോ പറയുമ്പോൾ ആൾക്ക് ഇഷ്ടായില്ല. ഞാനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പൊ ഞാനൊക്കെ ഭയങ്കര ടെൻഷനായി ഉള്ളില്. ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ ഞാനൊക്കെ ജോലി ചെയ്യുന്ന താല്പര്യം തോന്നില്ല, ഫുഡ് കഴിക്കുന്ന താല്പര്യം തോന്നില്ല. അപ്പൊ നമുക്ക് ഡെയിലി മെസ്സേജസ് ഒരാളെ അയക്കുമ്പോ ഭയങ്കര വിഷമം. പിന്നെ ഓരോ ദിവസം ഇങ്ങനെ കോണ്ടാക്ട് ആയി പോയല്ലേ. വാലൻസ് ഡേ അവസാനിക്കാറായ 1 മണിക്കൂറും വിളിച്ചു ഇഷ്ടാണ്. അപ്പൊ അപ്പുറത്ത് പറയാ ഉറപ്പാണ്, ഉറപ്പുണ്ട് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറയാ ഉറപ്പാണ് പറഞ്ഞു. അന്ന് ഇപ്പൊ എത്ര വർഷം പ്രേമിച്ചു നിങ്ങള്? 3 വർഷം. 7 വർഷം കല്യാണം കഴിഞ്ഞിട്ടല്ലേ? ഇത്ര വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു റൊമാൻസ് പരിപാടി ഇപ്പോഴും നിലനിർത്തണേ? നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാ രണ്ടുപേരും ചെയ്യണേ. രസാണ് കണ്ടോണ്ടിരിക്കാൻ. മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി കൂടുതൽ ഇപ്പൊ റൊമാൻസ് കൂടുതലാണ് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് നമുക്ക് മാരേജ് മുമ്പ് വേറെ ലവും വേറെ റൊമാൻസ്. ആ സമയത്ത് നമുക്ക് ട്രിപ്പിക്ക് പോകണം, അങ്ങനെ കാര്യങ്ങള്, സിനിമക്ക് പോകണം, പിന്നെ ഗിഫ്റ്റുകൾ മേടിച്ച്. പണ്ടേ മുതൽ ഗിഫ്റ്റ് ആളാണ് കേട്ടോ, സർപ്രൈസ് തരാനും ആളൊക്കെ ഞാളുള്ളൂ. പിന്നെ ഡ്രസ്സുകൾ കുറെ മേടിച്ച് തരും. എന്താ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ ഞാൻ കോയമ്പത്തൂർ ഉണ്ടായ സമയത്ത് ഞാനൊക്കെ അയച്ചാല് ഗിഫ്റ്റുകൾ അവിടെ വരും, പോസ്റ്റ് ഓഫീസിൽ വരും. ഓ, അത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതൽ ഗിഫ്റ്റ് കൊടുക്ക, അവരെ സർപ്രൈസ് ചെയ്യാന്ന് പറയും. പെൺകുട്ടികളുടെ ഒരു പരിപാടിയാണല്ലോ അത്. ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിഷമുണ്ട്, ഇപ്പൊ ഐഡിയ കിട്ടുന്നില്ല ഇനി എന്ത് കൊടുക്കണമെന്നുള്ള. എല്ലാം ആൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എന്ത് കൊടുക്കണമെന്ന് അറിയില്ല. ഇനി കൊടുക്കണം നല്ല ബഡ്ജറ്റാണ്. അതുകൊണ്ട് പക്ഷെ നമുക്ക് ആ സമയം ഇവിടെ വേണ്ടെന്ന് പറയും, ഓക്കെ ഞാൻ കൊടുക്കണം, പക്ഷെ ആ സമയം ടെൻഷൻ വരും എനിക്ക്. ഓട്ടോമാറ്റിക് ടെൻഷൻ വരും, ശീലമായിപ്പോയി, ഹാബിറ്റ് ആയിപ്പോയി. അങ്ങനെ ഇപ്പൊ ഒക്ടോബർ നവംബർ വരുമ്പോൾ ടെൻഷനാ, എന്താണ് ചെയ്യണമെന്ന് എടുത്തോണ്ട്. ഞങ്ങൾ വാലന്റൈൻസ് ഡേക്ക് കുറെ ദിവസങ്ങളുണ്ട് ഡേയ്സ്. ഇപ്പൊ ഞങ്ങൾ സിംഗിൾസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അങ്ങനെ നോക്കില്ല. അങ്ങനെയാണ് ഈ റോസ് ഡേക്ക് ഒക്കെ റോസ് അമ്മാനമാടുന്ന വീഡിയോ ഒക്കെ ഞങ്ങള് കാണുന്നത്. ഞങ്ങള് സിംഗിൾസിനൊക്കെ വേദന ഉണ്ടോ? പക്ഷെ ആളുടെ സർപ്രൈസ് ഈ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, എഫേർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ എഫേർട്ട് ആണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം, ബഡ്ജറ്റ് അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഏതൊരു ഇപ്പൊ പൈസ വേണ്ട, അവിടെ പൈസ വേണ്ട, നമ്മളൊരു ജസ്റ്റ് ഒരു 5 രൂപയുടെ മഞ്ചോ ഒരു മിഠായിയോ ജസ്റ്റ് 5 കൂടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അവർക്ക് മതി. അത് അവർക്ക് മനസ്സിലാവും, ഇയാൾ എന്താ എൻ്റെ ഹസ്ബൻഡ് ഇതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്തല്ലോ, ഒരു ടൈം, അത് മതി. അത് എഫേർട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു എഫേർട്ട് എടുക്കുമ്പോൾ ഇവർക്ക് അതാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റല്ല ഇഷ്ടപ്പെട്ടത്, അവൾക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ടാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. പണ്ട് തന്നെ അങ്ങനെ കൊടുത്തു. പക്ഷെ പണ്ട് അങ്ങനെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പണ്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അതിന് ബഡ്ജറ്റ് ഇല്ല. പക്ഷെ നമുക്ക് ഇപ്പൊ വരുമ്പോ ഒരു സാമ്പത്തികം അത്യാവശ്യം മോശമാണ് ഇത് പോകുന്നത്. അപ്പൊ നമുക്കൊരു അതിന് ചെയ്യാൻ പറ്റും. പണ്ട് ഉള്ള ഐഡിയാസ് ആയിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ, മുമ്പുള്ള ഐഡിയ ആയിരുന്നു അതൊക്കെ. ഓക്കെ, അന്ന് പറ്റില്ലെങ്കിൽ ഞാൻ പിൻകാലത്ത് ചെയ്തു. ഇപ്പൊ നിങ്ങള് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. പൊതുവെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കണം, പാർട്ട്ണർ എടുത്ത് സന്തോഷത്തോടെ ഇരിക്കാന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമാവും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഹാപ്പി ലൈഫ് കൊണ്ടുപോകാൻ നമ്മൾ എപ്പോഴും കാണുന്ന എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഹാപ്പി ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞാൽ ഇവളെ കരയിപ്പിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക മാത്രം. ഇവൾക്ക് എന്തെങ്കിലും സന്തോഷത്തിന് ഇവളെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുക, അതാണ് നമ്മുടെ ഇത്. അതിനപ്പുറം എനിക്ക് എന്താ ചെയ്യുന്ന അറിയില്ല. ഇപ്പൊ നിലവിലിപ്പോ അമ്മ ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് കാര്യങ്ങൾ പോണത്. ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് ഇവളിപ്പോൾ പറഞ്ഞല്ലേ, ഇപ്പം ഇവൾക്കിപ്പോൾ അമ്മയില്ല, ഇവളുടെ വിഷമം എൻ്റെ അമ്മയോട് ഷെയർ ചെയ്യും. അപ്പം അവർ ആ ഒരു കുറവാട് മാറിക്കിട്ടി, പൂർണ്ണമായിട്ടുള്ള ഒരു 50% മാറിക്കിട്ടി. പക്ഷെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയാം, എനിക്ക് ടെൻഷൻ. കാരണം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പം അതിലൊരാൾ പോലും എൻ്റെ ലൈഫിൽ നിന്ന് കുറഞ്ഞപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, മനസ്സിലായി? അതാണ്. അപ്പം അതാണ് എനിക്ക് ഇപ്പോഴും ടെൻഷൻ. അത് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസം ടെൻഷനാണ്.
കാരണം എല്ലാവർക്കും ഒരു മുന്നോട്ട് പോകുമ്പോൾ വയസ്സ് കൂടി വരിക. അതെ. ഇത് എൻ്റെ ഏലിക്കുട്ടി, എൻ്റെ അമ്മ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അനിയത്തിനെ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം നമുക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ഇതിൻ്റെ മുന്നോട്ട് ഈ ഒരു വഴിക്ക് പോകുമ്പോൾ ടെൻഷനും ഉണ്ട്. അതേസമയം ഫാമിലി ഹാപ്പി ആയിട്ട് നോക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചുറ്റുപാടത്ത് ആരോട് ചോദിച്ചാൽ മതി, ഏറ്റവും ഈ വീട്ടിൽ, അതായത് നിങ്ങളുടെ അടുത്തുള്ള വീട് ഏറ്റവും കൂടുതൽ സൗണ്ട് പുറത്തു പോകുന്ന ഏത് വീട്ടിലാണ്? ഞങ്ങളുടെ വീട്ടിലേ വരുള്ളൂ. കാരണം ഞാൻ അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഓളം ഉണ്ടാവുള്ളൂ. മനസ്സിലായ? ഇപ്പം നമ്മുടെ ഇപ്പം അപ്പുറത്തല്ലേ അവിടെ എന്തെങ്കിലും ഒച്ചടുന്നത്, നമ്മൾ കളിച്ചാന്ന് പറഞ്ഞ ആൾക്കാർ പറയുള്ളൂ. മനസ്സിലായ? അല്ലാണ്ട് പണ്ട് എൻ്റെ അമ്മ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്നപ്പോൾ കുറച്ച് മാറി കൊടുത്തേ. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഇവിടെപ്പം പുറത്തു പോകണം, ഇതാണ് മനസ്സിലായ? അവിടെ ട്രൂഡ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോന്ന് ഞാനും പറയുള്ളൂ. എനിക്ക് ടൈമുള്ളപ്പോൾ ഞാൻ കൂടെ പോകും, അല്ലാതെ ഇപ്പോൾ അവർ പൊക്കോളാം ഞാൻ പറയും. അപ്പോൾ പണ്ടമ്മ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലി ലൈഫ് ചെയ്യുമ്പോൾ. ഞാൻ എപ്പോഴും നമ്മുടെ മുമ്പിൽ അമ്മ ഇങ്ങനെ കരയണുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 വർഷം ഞാൻ മാറിയിരുന്നു. ടൗൺ എറണാകുളം തന്നെയായിരുന്നു. വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല. ഇവിടെ വന്നപ്പോൾ പോയത്. അത് ശരിയാണ്. എനിക്ക് നാളും ഫാമിലി ലൈഫ് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊന്നും അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ എല്ലാവരും കണക്ട് ചെയ്യുന്നത് എനിക്ക് ആളാന്ന് തോന്നുന്നു. നമുക്ക് എനിക്കും ചെറുപ്പത്തില് ഫാമിലി ബോണ്ട് ഉണ്ടായിരുന്നില്ലേ, എല്ലാരും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ ലവ് ചെയ്യുമ്പോൾ അങ്ങനെ ആൾക്കാർക്ക് പറ്റുന്ന ആരെങ്കിലും കെയറിങ് ചെയ്യുന്ന ആൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ മൈൻഡ് സെറ്റ് ഒക്കെ ആ ആൾക്കിട്ട് ഡിപ്പെൻഡ് ആയി പോകും. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ആണല്ലോ, അത്ര ദൂരമില്ല, ഫ്രണ്ട്സില്ല, ട്രസ്റ്റ് ചെയ്യുന്ന ആരില്ല. പക്ഷെ അങ്ങനെ ഒരാൾ ഈ ഹസ്ബൻഡ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ട്രസ്റ്റ് എല്ലാ ആൾക്കിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റാർട്ടായി. ഇയാൾ എനിക്ക് വിറ്റ് പോവില്ല, ഇയാൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ആയപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ അങ്ങനെ ആയി, കല്യാണം കഴിഞ്ഞോ. പിന്നെ ഞാനിപ്പോ അത്രയും സ്നേഹം കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫാമിലിക്കും കൊടുക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അവർക്കൊരു ഈഗോ ഇല്ല. എൻ്റെ അമ്മയ്ക്കും അത് മുത്തശ്ശിക്കൊരു ഈഗോ ഇല്ല. ഇങ്ങോട്ട് തന്നെ അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ ആള്? എന്താ ക്വാളിറ്റി എന്താ കേട്ടില്ലായിരുന്നോ? ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഇല്ലാന്നൊക്കെ പൊക്കോ. നന്നായിട്ട് കെയർ ചെയ്യും. കെയറിങ് ആണ്. എനിക്ക് എത്ര വർഷം നമുക്ക് ഒരുമിച്ചാണ്, അതൊക്കെ മുമ്പുമാണ്. ചില സമയത്ത് വഴക്കുണ്ടാക്കും, പക്ഷെ അത് നമുക്ക് വീണ്ടും സ്വാഭാവികമായിട്ട് നമുക്ക് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും. പക്ഷെ ഇതുവരെ എനിക്ക് ഏറ്റവും എന്താ പറയുക, ലൈക്ക് എ ക്വീൻ പറയാം. അങ്ങനെ ആണ് ഞാൻ. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ഹസ്ബൻഡ് അമ്മ ആയിക്കോട്ടെ, ഗ്രാൻഡ് മദർ ആയിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, എല്ലാവരും അവിടെ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, ചാച്ച, ആൻറ്റി, എല്ലാവരും. ചില സമയത്ത് ഞാൻ തോന്നും ഞാനാണ് ഏറ്റവും ലക്കി ഗേൾ. ചില സമയത്ത് അങ്ങനെ തോന്നും. പിന്നെ ഉള്ളിൽ നമുക്ക് ചെറുതായിട്ട് പേടിയും തോന്നും. കാരണം ഇത്ര നമുക്ക് ലവ് കെയറിങ് കിട്ടുമ്പോൾ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ നമുക്ക് ഭയങ്കര, ആ സമയത്ത് ഞാൻ എന്താ ചെയ്യും, എനിക്ക് അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാരേജ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആ സമയം ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ലാംഗ്വേജ് അറിയില്ല. പിന്നെ നമുക്ക് പാരൻസും നമുക്ക് ഫ്രണ്ട്സ് എല്ലാം വിട്ടിട്ട് പുതിയ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം, എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെ നമുക്ക് കുറേ ചിന്തകളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ പതുക്കെ മാറി. ഈ മലയാളം പഠിക്കണം എന്ന് തോന്നിയത് ഇവർക്ക് പഠിപ്പിക്കുക എന്നതിനപ്പുറം എനിക്ക് പഠിക്കണം, എങ്കിലേ ഫാമിലി ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. നമുക്ക് പഠിച്ചില്ലേനാ ലോൺലിനെസ് ഫീൽ തോന്നും. കാരണം ഇങ്ങനത്തെ നമുക്ക് വീട്ടിലെ വേറെ കസിൻസ് റിലേറ്റീവ്സ് വരും, ഫങ്ഷൻ അങ്ങനെ ഉണ്ടാവില്ല. ആ സമയത്ത് ഒറ്റക്കാവും, ലോൺലിനെസ് ഫീൽ ആവും. അപ്പോൾ ഗ്രാൻഡ് മദർ ഉണ്ടോ ഏലുക്കുട്ടി, ദിവസം ഞാനൊക്കെ സംസാരിക്കും. എന്താ സംസാരിക്കും ഒന്നും മനസ്സിലാവൂല. കയ്യില് കാണിക്കും, ഇത് കാണിക്കും, അത് കഴിച്ചാ അങ്ങനെ ഞാൻ പറയും. എന്തൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊക്കെ ഒന്നും മനസ്സിലാവൂലേ. പക്ഷേ പിന്നെ അങ്ങനെ ദിവസം സംസാരിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ പഠിച്ച എനക്ക് അറിയില്ല. അങ്ങനെ എപ്പോഴെങ്കിലും അമ്മയോട് പോയി പറഞ്ഞോ, പണ്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല? സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് കല്യാണം കഴിച്ചോണ്ടെന്ന് ചോദിച്ചാ വരട്ടതുള്ളൂ, അമ്മായിപ്പോരും ഉണ്ടാവരുത്. അതുകൊണ്ട് പുറത്തൊരാളെ കല്യാണം കഴിച്ചു വിചാരിച്ചു. ഇതിവിടെ വന്നപ്പോ ഇത് മലയാളം പഠിച്ചും മലയാളം പഠിപ്പിക്കാനേ താല്പര്യമില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറഞ്ഞില്ല. കാരണം വെച്ചാൽ
ഇപ്പം മലയാളം പഠിക്കുമ്പോൾ ഇപ്പം നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോൾ കളിയാക്കി വർത്താനം പറയണതും ഇത് മനസ്സിലാവും. അതെ അതെ അത് ഈ കളിയാക്കണ വർത്താനം ഇവളോട് പറഞ്ഞത് ഇവൾക്ക് ആ മലയാളം കുറച്ചേ അറിയുള്ളൂ, ഇവൾക്ക് പറ്റില്ല. നമ്മൾ പഠിച്ചു വെച്ച അപ്പൊ മലയാളം അമ്മ തല കൈ വെക്കും ഇതിങ്ങനെ ബദലായി ഇവിടെ ചൂടാകുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് സംഭവം, പക്ഷെ അവൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി. മനസ്സിലായി. ഇപ്പൊ എല്ലാ മലയാളത്തിലെ എല്ലാ തെറികളും എല്ലാം എല്ലാം പഠിപ്പിച്ചു, സ്വയം പഠിച്ചു. ഈ മലയാളിയും നേപ്പാളിയും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസം തോന്നിയത് എന്താ? എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ട് ശരിക്കും? വ്യത്യാസം എൻ്റെ ഒരു കാഴ്ചപ്പാടില് നേപ്പാളീസ് എന്ന് പറയുമ്പോ അവർക്ക് റെസ്പെക്ട് മറ്റുള്ള മുമ്പിൽ കൊടുക്കൂലേ, അത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കൊടുക്കും റെസ്പെക്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു മൂല്യമില്ല, ലൈഫിന്റെ ഒരു മൂല്യം, അത് ഫാമിലി പോണ്ടി അതൊക്കെ ഒന്നും അവർക്ക് അറിയാം. ബിസി ലൈഫ് എല്ലാം തോന്നുന്നവർ എന്നാൽ പോലും നമ്മൾക്ക് ബിസി ലൈഫ് ആയിരിക്കും, മറക്കും. അവരെ സംബന്ധിച്ച് ഹാർഡ് വർക്കറുമാണ്, മറ്റൊരു മൂല്യം കൊടുക്കൂല്ലേ ഫാമിലി ബോണ്ടിന്, അതാണ്. തിരിച്ചു തോന്നി എന്താ മലയാളി നേപ്പാളി തമ്മിൽ ഒരു വ്യത്യാസം എന്താ തോന്നിയിട്ടുണ്ടാവുക? വ്യത്യാസം ഇതുപോലെ എന്തെങ്കിലും അവിടെ ഇല്ലാത്തത് ഇവിടെ ഉണ്ടോ അങ്ങനെ? ഇനി അവിടെ ഉള്ളത് ഇവിടെ ഇല്ലെങ്കിലും പറയാം, കുഴപ്പമില്ല. വ്യത്യാസം അങ്ങനെ പണ്ടേ ഞാനൊക്കെ തോന്നും ഈ നമ്മുടെ ഈ ഇവിടത്തേക്ക് സൗത്ത് ആൾക്കാർ നല്ല ഉണ്ടാവൂല, നമുക്ക് നാട്ടിൽ അങ്ങനെ പറയും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കേട്ടിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കേരള മാത്രമല്ല. ആ സമയത്ത് ഞാനൊക്കെ കേരളം അറിയത്തില്ല കേട്ടോ. ആ സമയത്ത് ഞാനൊക്കെ ഈ തമിഴ്നാട് അറിയത്തില്ല. തമിഴ്നാട് ഈ ചെന്നൈ ആൾക്കാർ ഉണ്ടല്ലോ ഭയങ്കര ഇതാണ്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ഈ മലയാളം ഈ കേരളയിൽ വന്നപ്പോ മനസ്സിലായി കേരളക്ക് ആൾക്കാർ നല്ലതാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ, അങ്ങനെ മനസ്സിലായി. ഇങ്ങനെ കെട്ടനല്ലേ. പക്ഷെ ഇപ്പൊ എന്റെ നേപ്പാളി പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും മലയാളി ബോയ്സ് ഇഷ്ടമാണ്. എല്ലാവർക്കും മലയാളി ബോയ്സ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇല്ല, നേപ്പാളി ഗേൾസ്ക്കും മലയാളി ബോയ്സ് ഇഷ്ടമാണ്. കുറെ പേരും കൂടി ചോദിക്കുന്ന മെസ്സേജ് ഇടുന്ന ചേട്ടാ നേപ്പാളി പെണ്ണ് കിട്ടും. അപ്പൊ ഞാൻ പറയട്ടെ, ഈ നേപ്പാളി പെണ്ണ് കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടെ അറേഞ്ച് മാരേജ് അല്ലല്ലോ, നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് വർക്ക് ചെയ്ത് ലവ് ആയി അങ്ങനെ ചെയ്ത് പരിചയപ്പെടണം. കാരണം അവിടെ അറേഞ്ച് മാരേജ് കുറവാണ്, അവിടെ ലവ് മാരേജ് കൂടുതലും. മനസ്സിലായോ? അവിടെ അറേഞ്ച് മാരേജ് ഭയങ്കര കുറവാണ്, 10%. ബാക്കി 90% ഈ ഒളിച്ചോട്ടവും കല്യാണവും ഒക്കെയാണ്. മനസ്സിലായോ? എന്നാലും അവര് ഹാപ്പിയാണ്. മനസ്സിലായോ? ഇല്ല, ഇപ്പൊ നേപ്പാളി ഗേൾസ്ക്ക് മലയാളി ബോയ്സ് വേണം. അതെ, സന്തോഷ വാർത്ത. എനിക്ക് നോക്കാം, ഞാൻ വരാം അങ്ങോട്ട്. പക്ഷെ ഞാൻ കേട്ടോട്ടോ ഈ മലയാളി ഗേൾസും നേപ്പാളി ബോയ്സ് ഇഷ്ടമാണ്. തമിഴ് ബോയ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അതെ, തമിഴും നല്ലതാണല്ലോ. ഇനി നമുക്ക് മാറാം, മലയാളത്തിന് കിട്ടിയില്ലെങ്കിൽ